സ്തോത്രം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 14-15 ഉറച്ചു വായിച്ചേ. പത്രോസിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ അകത്തേക്ക് ഓടി. പത്രോസ് പടിപ്പുരയ്ക്ക് നിൽക്കുന്നു എന്ന് അറിയിച്ചു. അവർ അവളോട്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് പറഞ്ഞു. അവളോ, അല്ല, ഉള്ളത് തന്നെ എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ. സ്തോത്രം. ഇപ്പം നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ അവിടെ ഒരു സഹോദരിയാണ് വന്ന് കതക് തുറക്കുന്നത്. പത്രോസ് ആ ചങ്ങലകൾ ബന്ധിക്കപ്പെട്ടവനായി കിടന്നു. അതിന് ദൂതൻ ഇറങ്ങി വിടിവിച്ചു. സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വലിയ എഫക്റ്റിംഗ് ആയിട്ടും. പക്ഷേ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പലവരും നമ്മുടെ സഭകളിൽ പുതിയതായിട്ട് കടന്നു വന്നവരെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. സ്തോത്രം. അവർ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു തലയാട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 10-70 വർഷം കൊണ്ടും 60 വർഷം കൊണ്ടും 50 വർഷം കൊണ്ടും നമുക്ക് കിട്ടാത്തത് ഇന്നലെ വന്ന വ്യക്തിക്ക് കിട്ടി. സ്തോത്രം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മനസ്സിൻ്റെ ആ അകത്തിരിക്കുന്ന കയ്പാണ്. കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ദൈവവചനം തന്നെ ഇപ്പം നാളെ ഞായറാഴ്ച. സ്തോത്രം. ഏത് മനസ്സോടു കൂടിയാണ് ദൈവവചനം കേൾക്കാൻ വരണമെന്ന് പോലും നമുക്കത് അറിഞ്ഞുകൂടാ. അത് പറയുമ്പോൾ സ്തോത്രം, യെഗിസ്കേൽ 2-ാം അധ്യായം അതിൻ്റെ താഴോട്ടൊന്ന് വായിച്ചു നോക്കണം. അവിടെ വ്യക്തമായിട്ടും യെഗിസ്കേലിനോട് പറയുന്ന ഒരു പദമുണ്ട്. യെഗിസ്കേലെ, ഈ ജനം എന്നെ വിട്ട് മാറിയിരിക്കുന്നു. അവരുടെ അപ്പന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ അപ്പന്മാർ. സ്തോത്രം. അത് കിട്ടിയായിരുന്നോ? കിട്ടിയെന്ന് വായിക്കണേ, വായിച്ചേ. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്കാം, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ സ്തോത്രം ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മതി. കണ്ടാ, ഇത് ബൈബിളിലുള്ള കാര്യമാണ്. നിങ്ങൾ പറയും ഞാൻ എൻ്റെ കൈ നിട്ട് പറഞ്ഞെന്ന്. എനിക്ക് അങ്ങനെ കൈ നിട്ട് ഞാൻ സംസാരിക്കില്ല. ബൈബിൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. യെഗിസ്കേൽ ആത്മവിവക്ഷതയിലാണ് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലെടുത്ത് പറയുന്നത് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സ്, അവരുടെ അപ്പന്മാരുടെ മനസ്സ്. അപ്പം നമ്മളുടെ കൂട്ടത്തിൽ, നമ്മുടെ സഭയിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ നമ്മളുടെ മൈൻഡ് അങ്ങ് മാറും. ആദ്യം അവർ സ്വീകരിക്കും. ആദ്യം അവരെ സ്വീകരിക്കും. ആൻറ്റി എവിടെയാണ് ആൻറ്റി, എങ്ങനെയാണ് ആൻറ്റി, അവരോട് നടക്കും, സംസാരിക്കും. ഒരു 1.5 മാസം കഴിയുമ്പോൾ, ആൻറ്റി എനിക്കൊരു 2000 രൂപ കടം തരുമോ? അവർ ശുദ്ധ മനസ്സുള്ളവരല്ലേ, പാവം, നമ്മളോടൊപ്പം ആരാധിക്കുന്നവരല്ലേ. അത് 2000 രൂപ എടുത്ത് അവർക്ക് കൊടുക്കും. ആൻറ്റി അടുത്ത ആഴ്ച ഞാൻ കൊണ്ട് തരാവേ. അങ്ങനെ 4 ആഴ്ച ആയിട്ടും ആൻറ്റിക്ക് ആ പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് കാണുമ്പം തന്നെ ആൻറ്റി ചോദിച്ചില്ല, പക്ഷേ കടം വാങ്ങിച്ച അവർ ആൻറ്റി നിഴൽ കാണാൻ തന്നെ ഓടിക്കളായി. ഇതൊക്കെ നമ്മുടെ സഭയിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. സ്തോത്രം. ഇപ്പം നിങ്ങൾ നേരത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പത്രോസിൻ്റെ ശബ്ദം കേട്ട ആ കുഞ്ഞ് അവിടെ ചെന്നേ. പക്ഷേ അതുവരയ്ക്കും ആത്മാവിൽ നിന്ന് അവർ പറയണം, നിനക്ക് തലയ്ക്ക് ഒരു വട്ട. ഇതുപോലെയാണ് നമ്മളുടെ പല ആൾക്കാരും. ഒരുമിച്ചിരുന്നു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് സുവിശേഷ വേലയ്ക്ക് പോയി, കൺവെൻഷൻ സ്റ്റേജുകളിൽ, സഭകളിൽ ഒരുമിച്ചിരുന്ന് ഒത്തിരി നല്ല നല്ല കാര്യം ചെയ്ത ആൾക്കാർ ഇപ്പോൾ ആരെയും കാണാനില്ല. ഇതിൻ്റെ ഇടയിൽ ആര് നുഴഞ്ഞു കയറി, എങ്ങനെ നുഴഞ്ഞു കയറി, നമ്മളത് ചിന്തിക്കാനും പോകുന്നില്ല. ഇപ്പം ഞാൻ അവരുടെ സംസാരിക്കില്ല ചേച്ചി, വേറെ ഒന്നും കൊണ്ടല്ലേ, അവരെ പ്രാർത്ഥന അത്ര പോരാ. യഥാർത്ഥത്തിൽ ഈ 2000 സംതിങ് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ല അവർ. ഓരോ ദിവസം ചെല്ലും തോറും അവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം പാപം ഇപ്പം അങ്ങോട്ട് വന്ന് കയറിയില്ലേ ഉള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ സഭകളിൽ ചിട്ടിപ്പിരിവ്, സ്ഥലക്കച്ചവടം, അതിങ്ങനെ വളഞ്ഞേ വരുള്ളൂ, നേരെ വരില്ല. പിന്നെ അതിലൊരു ദശാംശം നമ്മുടെ സഭയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ പിന്നെ അവിടുത്തെ പ്രശ്നവും തീർന്നു. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ വചനം വായിച്ച് നോക്കിയാൽ മതി. ഇതെൻ്റെ പ്രാർത്ഥനാലയം എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ കൂടെയുള്ളവർ, സ്തോത്രം, ദൈവനാമത്തിൽ വളർന്നു വരാൻ നമ്മളും കൂടി ഒരു കൈത്താങ്ങൽ കൊടുത്താലേ അവർ വളർന്നു വരുള്ളൂ. ഇപ്പം ഞങ്ങളെയൊക്കെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യമായിട്ടുള്ള വിഷയത്തിനകത്ത് ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളോട് ഒപ്പം ഒരു പാത്രത്തിൽ ഫുഡ് കഴിച്ച ആൾക്കാർ ഞങ്ങളുടെ മുഖത്ത് നോക്കി ഞങ്ങളുടെ സഭാഭാഷണെടുക്കുക ചെന്ന് പറഞ്ഞ് എന്തെന്നറിയുമോ, ഈ രാജീവിന് ഭൂതമുണ്ടെന്നാണ് തോന്നണം. പക്ഷെ അതിന് എൻ്റെ സഭാഭാഷണം ഞാൻ സമ്മതിച്ചു. ഞാൻ ഈ വിഷയം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ
എൻ്റെ ശരീരത്തിലുള്ള ഭൂതത്തെ ഒന്ന് പുറത്താക്ക് നോക്കട്ടെ. അപ്പം ഞാൻ സ്നാനപ്പെട്ട് ദൈവകൃപയാൽ വചനങ്ങൾ ഇങ്ങനെ സ്തോത്രം പഠിച്ചുകൊണ്ട് കിടക്കുന്ന. അപ്പം എൻ്റെ അടുത്ത് എൻ്റെ പാസ്റ്റ് പറഞ്ഞത് ഇതാണ്, രാജീവേ, നിന്നെ ദൈവം വിളിച്ചെങ്കിൽ ആ ദൈവത്തെ നീ നോക്കുക. മനുഷ്യർ പലതും പറയും, നീ അതിലൊന്ന് ശ്രദ്ധ വയ്ക്കല്ലേ. ആ ഒറ്റ വാക്കാണ് ഹൃദയത്തിനകത്ത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനൊരു കൃപ ദൈവം തന്നെ. പക്ഷെ പുള്ളിക്കാരൻ അതിനെ തിരിച്ച് സംസാരിച്ചിരുന്നെങ്കിലാ, അത് തന്നെ ഒന്ന് രണ്ടുപേർ പറഞ്ഞു നിനക്കെന്തോ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞെങ്കിലാ. കാരണം ഞങ്ങൾ ഈ ഗുണ്ടായുസത്തിൽ നിന്നൊക്കെ പോകുന്ന ആ കാലഘട്ടത്തിലായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റും നമുക്ക്. പക്ഷെ ആ ദൈവദാസൻ ഞങ്ങളെ വളർത്താനാണ് നോക്കിയത്, ചവിട്ടി താഴ്ത്താൻ നോക്കിയില്ല. ഒരുപാട് പേര്, ഒരുപാട് സ്തോത്രം കൂട്ടുകാരന്മാർ, പാസ്റ്റർമാർ ചെന്ന് സംസാരിച്ചു. ഇതൊക്കെ ഞാൻ കേട്ടു, എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ചേടാ ഇതൊക്കെ വിട്ടെറിഞ്ഞല്ലേ വന്നത്. നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കണേ, നമ്മൾ ഈ ഞങ്ങളൊക്കെ മുമ്പ് വെള്ളം ഒടിക്കാനൊക്കെ ബാറിലും ഈ കള്ള് ഷാപ്പിലൊക്കെ പോകുമ്പോണ്ടല്ലോ, ഒരു കുപ്പി കള്ളെടുത്ത് വെച്ചാൽ 12 പേര് ഒരു ഗ്ലാസ് ഇട്ടിരുന്ന് അടിച്ച് തീർക്കും. പക്ഷേ പെന്തക്കോസുകാർ നമ്മളെ ചർച്ചിൽ, എൻ്റെ കർത്താവേ, പഴയ എന്തോ പറയുന്നറിയാമോ, ഐക്യതയില്ല, പൊളിഞ്ഞുപോയി. പണ്ടൊക്കെ ഞങ്ങൾ ബാറിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഇതെടുത്ത് വയ്ക്കുമ്പോൾ ഒത്തിരി പേര് ഞങ്ങൾ കൊടുത്തു വരും അന്ന്, സ്തോത്രം. പക്ഷെ ആ സ്നേഹം ലോകപരമായിട്ടുള്ളത്. പക്ഷെ ഇവിടെ ആത്മീയമായിട്ട് ആത്മാവിൽ വന്നിട്ട് പോലും സംശയം, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളത് മനസ്സിലാക്കുക. ഒരാൾ വളർന്നു വന്നാൽ അവനെ നശിപ്പിക്കരുത്. ആമേൻ. അവനെ നശിപ്പിക്കാതെ ദൈവത്തിൻ്റെ മഹത്വം വളർത്താൻ നോക്കുക. ഒരു ചെടി വളർന്നു വരുമ്പോൾ അതിൻ്റെ കൊണ്ട കട്ട് ചെയ്ത് കളയും. പക്ഷെ ആ ചെടി പറയും, നീ എൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്ത് കളഞ്ഞോ, എൻ്റെ വേര് കട്ട് കളയാൻ നിനക്ക് പറ്റത്തില്ല, കാരണം അത് ക്രിസ്തുവിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച് നോക്കുക. ആരെയും കുറ്റപ്പെടുത്തിയെന്നോ എന്തൊക്കെയാണെന്ന് പറയാനൊന്നുമല്ല, വളർന്നു വരുന്നവരെ സഹായിക്കുക. അല്ലാതെ സഭയ്ക്കകത്ത് 50 വർഷത്തെ പഴക്കവും ഞാൻ പാസ്റ്ററെ കൂടെ നടന്നതാണ്, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, നിനക്കൊന്നും അറിഞ്ഞൂടാ. കർത്താവ് വന്നത് എന്ത് പറയുന്നത്, ജ്ഞാനികളെയല്ല, പോഷന്മാരെ. നമ്മളെ ജ്ഞാനമൊന്നും കർത്താവിന് വേണ്ട, പോഷന്മാരെ. അതുകൊണ്ട് നമ്മുടെ സഭയിൽ വളർന്നു വരുന്നവരെ ആത്മാവിൽ അവരെ വളർത്ത്, വചനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. സ്തോത്രം. സ്വന്തം ബുദ്ധിയിൽ എന്ത് ചെയ്യരുത്, ശ്രദ്ധിക്കരുത്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.